ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ ഭരണം വരുമെന്നൊരു വലിയ പ്രതീക്ഷയാണല്ലോ ഇതിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയുണ്ടോ എന്ന് കരുതുന്നില്ല. അതുകൊണ്ട് വരില്ല. പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും പിണറായി ജയിച്ചത് ജനങ്ങളുടെ വോട്ടുകൊണ്ടല്ല, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ടാണെന്ന് പറയുകയാണ് മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനായ കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ ഒരാളുമായ ചാണ്ടി ഉമ്മൻ. തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ മലങ്കര സഭയുടെ നേതൃത്വത്തിൽ നടന്ന ഏകദിന ഉപവാസവും ലഹരി വിരുദ്ധ സദസ്സും എന്ന പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവേ മലയാളം എക്സ്പ്രസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയൻ രണ്ടാമതും അധികാരത്തിൽ വന്നത് കൊറോണ എന്ന മഹാമാരിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണെന്നും അതുകൊണ്ട് ഇനിയൊരു അധികാരം പ്രതീക്ഷിക്കേണ്ട എന്നുമാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. കൊറോണയെ പെരുപ്പിച്ചു കാട്ടിയും കൊറോണയെ തുരത്തുന്ന കാര്യത്തിലുള്ള ഗവൺമെന്റിന്റെ ക്രിയാത്മക നടപടികളെ പുകഴ്ത്തിയും ജനങ്ങൾക്കിടയിൽ രക്ഷകരായി വേഷം കെട്ടിക്കൊണ്ട് പിണറായി വോട്ട് പിടിച്ചു എന്ന് പറയാതെ പറയുകയായിരുന്നു അദ്ദേഹം. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ ഭരണം വരുമെന്നൊരു വലിയ പ്രതീക്ഷയാണല്ലോ. ഇതിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയുണ്ടോ എന്ന് കരുതുന്നില്ല. അതുകൊണ്ട് വരില്ല. ലോകരാഷ്ട്രങ്ങളെയും വൻകിട രാഷ്ട്രങ്ങളെയും ഒരേപോലെ പിടിച്ചിരുത്തിയ കൊറോണ പിണറായിയുടെ സൃഷ്ടിയാണ് എന്ന് എങ്ങനെയാണ് കോൺഗ്രസുകാർക്ക് വാദിക്കാൻ കഴിയുന്നതെന്നറിയില്ല. കൊറോണ പിണറായിയുടെ സൃഷ്ടിയാണെങ്കിൽ പിന്നെ അതിനു വേണ്ട വാക്സിൻ എന്തിനാണ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തത്? അതുകഴിഞ്ഞ് കേരളത്തിലും ലോകം മുഴുവനും കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചു വീണ കൊറോണ എങ്ങനെയാണ് പിണറായിയുടെ സൃഷ്ടിയാവുന്നത്? ഇതൊന്നും അല്ലെങ്കിൽ കൊറോണയുടെ പേരിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും അധികാരത്തിലിരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് അതിനേക്കാൾ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന വിശ്വാസം പൊതുജനങ്ങൾക്ക് ഉണ്ടായില്ല? അത് പൊതുജനത്തിന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള വിശ്വാസക്കുറവ് കൊണ്ട് തന്നെയല്ലേ? വിശ്വാസക്കുറവ് ഒരു മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും കോൺഗ്രസ് നേതൃത്വത്തിനോട് പൊതുജനത്തിനുണ്ട്. പൊതുജനത്തിനുണ്ടായ വിശ്വാസക്കുറവ് തന്നെയാണ് 10 വർഷമായി കോൺഗ്രസ് നേതൃത്വത്തിന് പിന്നാമ്പുറത്ത് ഇരിക്കേണ്ടി വന്ന ഗതികേടിന് കാരണം. ലഹരി സദസ്സിൽ സംസാരിക്കവേ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗം തടയാൻ നല്ല വഴി കായികപരമായ അധ്വാനമുള്ള കായിക പ്രവർത്തനങ്ങളിലേക്ക് പുതിയ തലമുറയെ തിരിച്ചുവിടുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ബാംഗ്ലൂരുള്ള ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായി സംസാരിക്കവേ കേരളവും പഞ്ചാബും ലഹരിയുടെ കാര്യത്തിൽ കയ്യിൽ നിന്ന് പിടിതപ്പിപ്പോയ അവസ്ഥയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ ചാണ്ടി ഉമ്മൻ കർണാടകയെ ആ അവസ്ഥയിലേക്ക് തള്ളിവിടാൻ അവിടുത്തെ ഭരണകൂടം തയ്യാറല്ല എന്ന് പറഞ്ഞു എന്നും കൂട്ടിച്ചേർത്തു. ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത് സ്പോർട്സിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. 1.5 വർഷം മുമ്പ് ഞാൻ MLA ആയപ്പോ തൊട്ട് എന്റെ ശ്രമം പുതുപ്പള്ളി ഒരു സ്പോർട്സ് സെന്റർ ആക്കണമെന്നാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പ്രോപ്പർട്ടി ടർഫ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആണ്. അതുപോലെ തന്നെ 2 സ്ഥാപനങ്ങളുടെ അവിടെ കൊണ്ടുവരും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ കൊണ്ടുവരുവാനുള്ള ശ്രമമുണ്ട്. അവിടെയും സ്പോർട്സ് കുട്ടികൾക്ക് ഫ്രീ ആയിരിക്കും. 2 കുളങ്ങൾ നവീകരിക്കാൻ എന്റെ ഫണ്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെയും സ്വിമ്മിംഗ് പൂളായിട്ട് ഡെവലപ്പ് ചെയ്യുന്നില്ല, അതിനെ ഒരു കുളം വൃത്തിയാക്കി അവിടെ കുട്ടികൾക്ക് കുളിക്കാനും സ്വിമ്മിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ ഉള്ളത് ഞങ്ങൾക്ക് 2 പഞ്ചായത്തിലെ 2 ഗ്രൗണ്ട് അനുവദിക്കണം ആവശ്യപ്പെട്ട് ഞാൻ മന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രാമത്തിന് ഒരു മണ്ഡലത്തിന് ഒരു കളിസ്ഥലം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ മണ്ഡലത്തിൽ 2 ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഞാൻ 50 ലക്ഷം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്ടർ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്നെ മറ്റൊരു സ്പോർട്ടിൽ 25 ലക്ഷം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു സ്പോർട്സിലൂടെ മാത്രമേ നമുക്കിതിനെ തകർക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം കുട്ടികളുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യും, കുട്ടികളെ സ്പോർട്സിലേക്ക് തിരിച്ചു വരികയും ചെയ്താൽ അവർക്ക് ഈ തെറ്റായ സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ് പൂർണ്ണമായ വിശ്വാസം. നമ്മുടെ കുട്ടികളെ ഏറ്റവും കഴിവുള്ള കുട്ടികളാണ്. അവരുടെ കഴിവ് ഇതിലേക്ക് ചാനലൈസ് ചെയ്താൽ അത് ഉപയോഗിച്ച് അവര് നേരിടുന്ന ഈ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ സാധിക്കും എന്നതാണ് പൂർണ്ണമായ വിശ്വാസം. സ്വന്തം മണ്ഡലത്തിൽ കായിക പ്രവർത്തനങ്ങളിലേക്ക് പുതുതലമുറയെ ആകർഷിക്കുവാൻ വേണ്ടി അദ്ദേഹം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിനുവേണ്ടി ചിലവഴിച്ച തുകയെക്കുറിച്ചും ചാണ്ടി ഉമ്മൻ വാചാലനായി. സ്വന്തം മണ്ഡലത്തിൽ 2 നീന്തൽ കുളങ്ങളും കളിസ്ഥലങ്ങളും ഉൾപ്പെടെ നവീകരിക്കാനും പ്രവർത്തന സജ്ജമാക്കുവാനും വേണ്ടി ഇത്രയും പ്രവർത്തിച്ചു എന്നും വിദേശ രാജ്യങ്ങളെ അനുകരിച്ച് നമ്മുടെ നാടും ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് വഴി ലഹരിയിൽ നിന്ന് പുതുതലമുറയെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്നും വിശ്വസിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. കാരണം കോൺഗ്രസ് പ്രവർത്തകരുടെ ഇത്തരം ആശയങ്ങൾക്ക് ഇവിടെ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നും സർക്കാരിന്റെ ഇത്തരം പിടിപ്പുകേട് ലഹരിയിലേക്ക് പുതുതലമുറയെ തള്ളിവിടുന്നു എന്നുമാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. കൊറോണയും നിപ്പയും മാറി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും കോൺഗ്രസ് നേതൃത്വത്തിന് കേരളത്തിന്റെ അധികാരം പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനി എന്തിനെയാണ് കുറ്റം പറയാൻ പോകുന്നത്? തോറ്റു കഴിയുമ്പോൾ കാലാവസ്ഥയെയും സാഹചര്യങ്ങളെയും കുറ്റം പറഞ്ഞുകൊണ്ട് മറച്ചു വെക്കുന്നത് എന്തൊരു നാണക്കേടാണ്.
കോൺഗ്രസുകാരോട് ഈ അവസരത്തിൽ ഒരു ഒറ്റ ചോദ്യം, കൊറോണയും സുനാമിയും ഒന്നും ഇല്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഡൽഹിയുടെ അധികാരം BJP-ക്കാർ കൊണ്ടുപോയത്? അതും ഇനി പിണറായിയുടെ മായാജാലമാണെന്ന് പറയുമോ കോൺഗ്രസേ?